അർജന്റീനയ്ക്ക് ഈ ലോകകപ്പ് സെമി ഫൈനൽ വരെ എളുപ്പ വഴിയാണ്. സോഷ്യൽ മീഡിയയിൽ അർജന്റീനക്കെതിരെ ട്രോളുകൾ ആരംഭിച്ചു തുടങ്ങി. പക്ഷെ ലോകകപ്പിൽ ചെറിയ ടീം വലിയ ടീം എന്നുണ്ടോ? നമുക്ക് അർജന്റീന ആദ്യമായി നേരിടുന്ന കാബോ വെർദെ എന്ന ടീമിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അതെ, കാബോ വെർദെ ലോകകപ്പിൽ ആദ്യമായാണ് കളിക്കുന്നത്. പക്ഷേ ആദ്യ ടൂർണമെന്റിൽ തന്നെ റൗണ്ട് ഓഫ് 32 വരെ എത്തിയത് യാദർച്ഛികമല്ല. ഗ്രൂപ്പ് ഘട്ടത്തിൽ അവർ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ പിടിച്ചു. ഉറുഗ്വേക്കെതിരെയും പോയിന്റ് നേടി. സൗദി അറേബ്യക്കെതിരെയും തോൽവി ഒഴിവാക്കി. 3 മത്സരങ്ങളിലും അവർ തോൽക്കാതിരുന്നത് ഈ ടീമിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. വലിയ ടീമുകൾക്കെതിരെ പ്രതിരോധ അച്ചടക്കത്തോടെ കളിക്കാനും അവസരം കിട്ടുമ്പോൾ കൗണ്ടർ അറ്റാക്കിലൂടെ അപകടം സൃഷ്ടിക്കാനും അവർക്ക് കഴിയുന്നുണ്ട്. അതേസമയം അർജന്റീനയുടെ ലക്ഷ്യം മത്സരം നേരത്തെ നിയന്ത്രണത്തിലാക്കുക എന്നതാണ്. തുടക്കത്തിൽ തന്നെ ഗോൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ കാബോ വെർഡെക്ക് പ്രതിരോധത്തിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടി വരും. അപ്പോഴാണ് അർജന്റീനയ്ക്ക് കൂടുതൽ സ്പേസ് ലഭിക്കുക. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ പ്രധാന ചോദ്യം അർജന്റീന ജയിക്കുമോ എന്നതല്ല, കാബോ വെർഡെ അവരുടെ പ്രതിരോധ അച്ചടക്കം എത്ര നേരം നിലനിർത്തും എന്നതാണ്. കാരണം 90 മിനിറ്റിൽ ചെറിയൊരു കോൺട്രാക്ഷൻ നഷ്ടം പോലും ലോക ചാമ്പ്യന്മാരെ വലിയ വില കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും. പക്ഷേ നോക്കൌട്ട് ഫുട്ബോൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവിടെ ഒരു പിഴവ് പോലും മത്സരം ഫലം മാറ്റും. അതാണ് ഇപ്പോൾ കാബോ വെർഡെക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ പരീക്ഷണം. കാരണം എതിരാളി നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയാണ്. അർജന്റീന ഈ ടൂർണമെന്റിൽ ഇതുവരെ കാണിച്ച പ്രകടനം നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്. അവർ ഓരോ മത്സരത്തിലും സാഹചര്യത്തിനനുസരിച്ച് കളിയുടെ വേഗത നിയന്ത്രിക്കുന്നു. തുടക്കത്തിൽ സമ്മർദ്ദം സൃഷ്ടിക്കുകയും ലീഡ് കിട്ടിയാൽ മത്സരം കൈവശം വെക്കുകയും ചെയ്യുന്നു. ഇത് പരിചയസമ്പന്നരായ ടീമുകളുടെ സ്വഭാവമാണ്. മെസ്സിയെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നത് ഈ അർജന്റീന ടീമിനോട് നീതി ചെയ്യില്ല. കാരണം അവരുടെ ഏറ്റവും വലിയ ശക്തി വ്യക്തിഗത മികവിനേക്കാൾ ടീം സ്ട്രക്ചറാണ്. പന്ത് നഷ്ടപ്പെട്ടാൽ ഉടൻ പ്രസ് ചെയ്യുക, മിഡ്ഫീൽഡിലൂടെ കളിയുടെ നിയന്ത്രണം നിലനിർത്തുക, പ്രതിരോധത്തിൽ അനാവശ്യ റിസ്ക് എടുക്കാതിരിക്കുക, ഇവയാണ് അവരുടെ വിജയത്തിന്റെ പ്രധാന കാരണങ്ങൾ. കാബോ വെർദെയുടെ പ്രതീക്ഷ പ്രതിരോധത്തിലാണ്. ആദ്യ 20-30 മിനിറ്റ് ഗോൾ വഴങ്ങാതെ നിൽക്കാൻ കഴിഞ്ഞാൽ അർജന്റീനയുടെ മേൽ സമ്മർദ്ദം വർദ്ധിക്കും. കാരണം നോക്കൌട്ട് മത്സരങ്ങളിൽ സമയം കടന്നു പോകുമ്പോൾ ഫേവറേറ്റ് ടീമിനാണ് കൂടുതൽ മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നത്. പക്ഷേ ഫുട്ബോളിന്റെ ചരിത്രം ഒരു കാര്യം നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ലോകകപ്പിലെ നോക്കൌട്ട് മത്സരങ്ങളിൽ ഫേവറേറ്റുകൾ എല്ലായ്പ്പോഴും ജയിക്കാറില്ല. അതുകൊണ്ടാണ് അർജന്റീന ഈ മത്സരത്തെ ഒരിക്കലും നിസ്സാരമായി കാണാൻ കഴിയാത്തത്. കാബോ വെർദെക്കോ നഷ്ടപ്പെടാനൊന്നുമില്ല, ചരിത്രം സൃഷ്ടിക്കാനുള്ള ഒരു അവസരം മാത്രമാണുള്ളത്. സ്പെയിനിനെയും ഉറുഗ്വേക്കെതിരെയും സമനില പിടിച്ച ഈ ടീം അർജന്റീനയ്ക്ക് വില്ലനാകുമോ എന്ന് നമുക്ക് കണ്ടറിയാം. നിങ്ങളുടെ പ്രഡിക്ഷൻ എന്തു തന്നെയാകട്ടെ, താഴെ കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക.